ഈ ക്വസ്റ്റ്യൻ കണ്ടോ? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ? അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത തൊട്ടുമുമ്പ് ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് വളരെ സാമ്യമുള്ള ക്വസ്റ്റ്യനാണ്. അതേ സെയിം പാറ്റേൺ അല്ലേ? അപ്പോൾ 1/8 1/8 എനിക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 4 ആണല്ലേ? ഇനി 1/24 1/24 പറഞ്ഞാൽ 1/4 ഇൻറ്റു 6 ആണ്. ഇനി 1/48 1/6 ഇൻറ്റു 8 ആണ്. 1/440 എത്ര? അത് പറഞ്ഞാൽ 1/20 ഇൻറ്റു 22 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത ക്വസ്റ്റ്യനകത്തെല്ലാം 1 ആയിരുന്നു ഗ്യാപ്പ്. ഇവിടെ കണ്ടോ 2 ആണ് ഗ്യാപ്പ്. കണ്ടോ ഇവിടെയും 2 ആണ് ഗ്യാപ്പ്. ഇവിടെയും 2 ആണ് ഗ്യാപ്പ്. ഇവിടെയും 2 ആണ് ഗ്യാപ്പ്. ഇനി 4 കൊണ്ട് എൻഡ് ചെയ്യുന്നു. ഇവിടെ 4 കൊണ്ട് തുടങ്ങുന്നു. 6 കൊണ്ട് എൻഡ് ചെയ്യുന്നു. 6 കൊണ്ട് തുടങ്ങുന്നു. 8 കൊണ്ട് എൻഡ് ചെയ്യും. അടുത്ത 8 കൊണ്ട് തുടങ്ങും. അപ്പോൾ ഒറ്റ വ്യത്യാസമുള്ള എന്താണ്? ഇവിടെ ഗ്യാപ്പ് വന്നത് 2 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ലാസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റ് രണ്ടും എടുക്കുന്നു. 22 ഇൻറ്റു 2 അല്ലേ? താഴെ പ്രോഡക്റ്റ് ആണ് എഴുതുന്നത്. ന്യൂമറേറ്ററിലോ അതിന് ഡിഫറൻസ് 22 മൈനസ് 2. അതായത് ഇങ്ങനെ കേസ് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് എടുക്കുന്നു, ന്യൂമറേറ്ററിൽ ഡിഫറൻസ് എടുക്കുന്നു. ഇനി ഒറ്റ കാര്യം കൂടെ ചെയ്യേണ്ടത്, ഡിഫറൻസ് 2 അല്ലേ? അതുകൊണ്ട് ഒരു 2 കൊണ്ടും കൂടെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കിട്ടുന്ന ഉത്തരത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ അതിൻ്റെ ഉത്തരം വരുന്നത്? ഈക്വൽ ടു 20/22 ഇൻറ്റു 2 ഇൻറ്റു 2. എന്ന് പറഞ്ഞാൽ എനിക്ക് 2 2 4 അല്ലേ? 4 കൊണ്ട് എനിക്ക് ഇതിനെ വെട്ടിക്കൂടെ? വെട്ടുമ്പോൾ എനിക്ക് എത്ര വരും? 5 എന്ന് വരും. അതായത് എത്ര? 5/22. ഓപ്ഷൻ ഉണ്ടോ? വേണ്ട. ഓപ്ഷൻ എ ആണ് കിടക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ചെയ്യേണ്ടത് എന്താ? ഡിഫറൻസ് 2 ആണെങ്കിൽ ആ 2 കൊണ്ടുകൂടി ഈ ഉത്തരത്തെ എനിക്ക് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. ഇനി ഡിഫറൻസ് 3 ആണെങ്കിലോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിഫറൻസ് 4 ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻസ് എത്രയാണോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാവേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/3 തൊട്ട് 1/99 വരെയാണ്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്ര നോക്കിയിട്ട് ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ.